ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് അടിപൊളി ടേസ്റ്റിൽ എങ്ങനെയാണ് ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ ചെമ്മീൻ തൊണ്ടെല്ലാം കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ സാദാ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് എന്നിവ ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു അരമണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഫ്രിഡ്ജിലൊക്കെ കുറച്ചധികം നേരം വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഈ ചെമ്മീനിൽ നന്നായി മസാലയൊക്കെ പിടിച്ചിട്ട് ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെമ്മീൻ ഒരുപാട് ഡീപ്പ് ഫ്രൈ ആക്കണ്ട. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചെമ്മീൻ കഴിക്കാൻ ഒരു റബ്ബർ പോലെയാവും. അപ്പോൾ നമുക്കൊരു ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും ചെമ്മീൻ. അപ്പോൾ ഒരു ഭാഗം ചെറുതായി ഒന്ന് ഫ്രൈ ആയി വരണമെന്ന് കാണുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ചെറുതായി ഒന്ന് നമുക്കിത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ചെമ്മീൻ ഒരുവിധം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. നമുക്കിനി ഇത് ഓയിലിൽ നിന്ന് എടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്താണ് ഇങ്ങനെ ചെറിയ തരിക്കളായിട്ട് കിടക്കുന്നത്. അപ്പോൾ അത് നന്നായി മൂത്തിട്ടാണ് അത് കിടക്കുന്നത്. അപ്പോൾ അതും കൂടി നമ്മൾ എടുക്കണം, അത് കളയരുത്. അതും കൂടി നമുക്ക് ഈ ഓയിലിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള ചെമ്മീനും ഒന്ന് ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ചെമ്മീനെല്ലാം ഫ്രൈ ചെയ്തെടുത്താൽ ബാക്കി ഓയിലാണിത്. അപ്പോൾ ഇത് ഓയിൽ കൂടുതലുണ്ടെങ്കിൽ കുറച്ച് ഓയിലൊന്ന് മാറ്റി വയ്ക്കട്ടെ. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലൊക്കെ മതിയാവും. അപ്പോൾ ഈ ഓയിലൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള നല്ല നൈസായി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 5 അല്ലി വെളുത്തുള്ളി നന്നായി ഒന്ന് ചതച്ചത്, പിന്നെ 2 പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില എന്നിവ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് പകുതിയോളം വഴണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇതെല്ലാം നന്നായി മൂത്ത് വരണം. അപ്പോഴാണ് ഈ ചെമ്മീൻ റോസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ മുളകെല്ലാം തന്നെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതിൽ ഉപ്പെങ്ങാനും കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് കുറച്ച് ഡ്രൈ ആക്കിയിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ ഡ്രൈ ആവുന്ന വരെ നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഗ്രേവിയിലുള്ള ചെമ്മീനാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതല്ല കുറച്ചും കൂടി ഡ്രൈ ആക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു പാകമാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പാകത്തിൽ തന്നെ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും വേറെ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു പാകമാണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല നാടൻ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചധികം തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല മണവും നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.